മക്കളെ, അപ്പോൾ നമ്മുടെ +2 സേ എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികളുടെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ടെൻഷനാണ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. സോ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് വെച്ചിട്ട് ജൂലൈ 18 നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വാല്യുവേഷൻ ക്യാമ്പുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിലവിൽ ടീച്ചേഴ്സിന് ഇനി എന്ത് മാത്രമാണ് ചെയ്യാനുള്ളത്? നമുക്ക് മാർക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങിയ കുറച്ച് ക്ലറിക്കൽ വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ പെൻഡിങ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലൈ 18 തന്നെ ഹോപ്പ്ഫുള്ളി നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾ ജൂലൈ 18 റിസൾട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്കറിയാം കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ജൂലൈ 18 റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജുകളിലെ വേക്കൻസി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി അന്വേഷിച്ച് വെക്കുക. അതുപോലെ തന്നെ ചില കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകളായിരിക്കും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യുക, കോഴ്സുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അന്വേഷിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 18 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ഡിലേ ചെയ്യാണ്ട് ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇനി ജൂലൈ 18 റിസൾട്ട് വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, നമുക്ക് ജൂലൈ 20 എന്തായാലും ആ റിസൾട്ട് വന്നിരിക്കും. കാരണം ഇനിയും അങ്ങോട്ട് ഡിലേ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. അതിനാൽ നമുക്ക് എന്ത് ചെയ്യാം, ജൂലൈ 20 മോസ്റ്റ്ലി നമുക്ക് 18 തന്നെ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അഥവാ പബ്ലിഷ് ചെയ്യുന്നത് കുറച്ചും കൂടി ഡിലേ ആവുകയാണെങ്കിൽ ജൂലൈ 20 നമുക്ക് എന്തായാലും എന്ത് ചെയ്യും, റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കി സ്റ്റെപ്പ്, അതായത് കരിയറിലേക്കുള്ള നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി ചെയ്ത് തുടങ്ങുക. നിങ്ങൾ റിസൾട്ട് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. റിസൾട്ട് എന്തായാലും ഈ ഒരു ഡേറ്റിനുള്ളിൽ വന്നിരിക്കും. സോ ഈ ഒരു ഡേറ്റിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.